Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷസ് നേരുകയാണ്. ഏതായാലും ഇന്ന് നമ്മുടെ കൂടെ സൂരജ് സാർ അല്ല ജോയിൻ ചെയ്തിരിക്കുന്നത്. സാർ നാളെ ആയിരിക്കും നമ്മുടെ കൂടെ ഓപ്പണിംഗ് അവേഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നിഖിലാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ? വളരെ നല്ല ന്യൂ ഇയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്തായാലും നമുക്ക് മാർക്കറ്റിലോട്ട് ആദ്യമേ ഒന്ന് പോകാം. മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നമ്മൾ ഈ ഷോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ചില ക്യൂസ്, മാത്രമല്ല ചില ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പ്രേക്ഷകർ ഈ ഒരു 2026 നിക്ഷേപം നടത്തുമ്പോൾ അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു ഷോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും നമുക്ക് ആദ്യം നിഖിലോട്ട് തന്നെ പോകാം. നിഖിൽ, ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുന്നതിന് മുമ്പ് എന്തൊക്കെ ഒരു ഗ്ലോബൽ ക്യൂസാണ് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പക്ഷേ ഗ്ലോബലി ആദ്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ഇപ്പോഴത്തെ ഇത് പരിശോധിക്കുകയാണെങ്കിൽ US മാർക്കറ്റ് മാത്രമായിരുന്നു ഇന്നലെ പ്രവർത്തനത്തിലുണ്ടായിരുന്നത്. അതിപ്പോൾ ഏഷ്യൻ വിപണികൾ പരിശോധിക്കുകയാണെങ്കിലും യൂറോപ്യൻ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഇന്നലെ അവധിയായിരുന്നു ന്യൂ ഇയറിനെ മറ്റൊക്കെ പ്രമാണിച്ചിട്ട്. എന്നാൽ US വിപണികൾ പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടും മികച്ച ഒരു പ്രകടനമായിരുന്നില്ല. അതെ, നാസ്ഡാക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.84% ഇടിവുണ്ടാകുന്നു. ഡോ ജോൺസ് 63% ഇടിവും, S&P 500 ഏകദേശം 0.74% ഒരു ഇടിവുമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. US-നെ സംബന്ധിച്ചിടത്തോളം, വിപണികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് FOMCയുടെ ഭാഗത്ത് നിന്ന്, അതായത് US ഫെഡിൻ്റെ FOMC മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിരിക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. നിലവിലിപ്പോൾ US-നെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള ഒരു റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് ഡിസംബർ 2025 0.25% ഒരു റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 3.50-3.75% എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഒരു റേറ്റും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിലിപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് 2026 2 റേറ്റ് കട്ട് ഉണ്ടാകുമെന്നായിരുന്നു മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ FOMC മീറ്റിംഗ് മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത് 2026 ഒരു റേറ്റ് കട്ട് മാത്രം എക്സ്പെക്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഇന്നലെ US വിപണികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായിട്ട്. 2025 സംബന്ധിച്ച് നമ്മളൊരു റേറ്റ് കട്ട് ഉണ്ടായിരുന്നല്ലോ, 2 റേറ്റ് കട്ട് എന്ന് പറഞ്ഞപ്പോൾ അതിലും കൂടിയൊരു റേറ്റ് കട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പ്രതീക്ഷയിലും കൂടുതലൊരു റേറ്റ് കട്ടായിരുന്നു 2025 സംഭവിച്ചത്. അതിൽ 2026 സംബന്ധിച്ച് ട്രംപിന് അനുകൂലമായുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഫെഡിൽ വരാൻ പോകുന്നത്. റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ളത് അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ചില ഘടകങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ GDP ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിൽ US പോലൊരു എക്കോണമി ഒരു 2.3 എന്ന് പറയുന്നത് വളരെ ഒരു മികച്ച നമ്പർ തന്നെയാണ്. പക്ഷേ US-ലെ ഇൻഫ്ലേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കണക്കുകൾ കുറയുന്നുണ്ട്. കൂടാതെ തൊഴിലില്ലായ്മ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ചെറിയ രീതിയിലൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഫെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ റേറ്റ് കട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റേബിൾ ആകുന്നു എന്നൊരു വ്യൂ പോയിന്റാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റേറ്റ് കട്ടിലേക്ക് പോകുമോ എന്നൊരു കാര്യത്തിൽ ഉറപ്പില്ല. എന്നാൽ ഇൻഫ്ലേഷൻ വളരെ താഴ്ന്ന നിരക്കിലേക്ക് വരുന്നത് കൂടുതലായിട്ടുള്ള ഒരു റേറ്റ് കട്ടിനുള്ള ഒരു അവസരം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു US-ൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എന്തായാലും വിപണികളെ സംബന്ധിച്ചിടത്തോളം റേറ്റ് കട്ട്സ് ആയിരിക്കില്ല, ഏർണിങ്സ് തന്നെയായിരിക്കും മുൻപോട്ട് നയിക്കുക എന്നൊരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുമാരൊക്കെ തന്നെ പങ്കുവച്ചിരിക്കുന്ന ഒരു കാര്യമാണ് US-നെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ടുള്ളത്. ഇതിലെ US-നെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. അതായത് വാൻഗാർഡിൻ്റെ ഒരു 2026 ഒരു എക്കണോമിക്സ് ഫോർകാസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ US-ൽ പറയുന്നത് ഗ്രോത്ത് 2.25% ഒരു എക്സ്പെക്റ്റേഷനാണ് അവർക്കുള്ളത്. കോർ ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ 2.6 ആണ് കാണുന്നത്. നിങ്ങൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിലോട്ട് വരുമ്പോൾ 4.2 എന്ന രീതിയിലൊരു റേറ്റിനുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഇപ്പോൾ വാൻഗാർഡ് 2026 ഇപ്പോൾ ഒരു എക്കണോമിക് ഫോർകാസ്റ്റായിട്ട് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു AI ഒപ്റ്റിമിസത്തിൻ്റെയൊക്കെ ഒരു കൊളാപ്സ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന രീതിയിലൊക്കെ ഒരു വിലയിരുത്തലും കൂടി നൽകിക്കൊണ്ടാണ് അവരിപ്പോൾ ഒരു എക്കണോമിക് ഫോർകാസ്റ്റ് പുറത്തുവിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഏണിങ്സ് ആയിരിക്കും വലിയ രീതിയിൽ ഉറ്റുനോക്കേണ്ട ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്, US-ൽ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏണിങ്സ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റിനെ ഇനി ചിലപ്പോൾ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു ഏണിങ്സ് വന്നു കഴിഞ്ഞാൽ 2026 നല്ലൊരു റിട്ടേൺ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാകുന്നതിന് നമുക്ക് ഏതായാലും പ്രതീക്ഷിക്കേണ്ടില്ല. ഏതായാലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏതായാലും ഒരു പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് തുടക്ക സമയത്തിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 26,174 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 46 പോയിന്റിൻ്റെ നേട്ടം നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 0.17% നേട്ടമാണ് നിഫ്റ്റി 50യിലുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,657 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. അതായത് 66 പോയിന്റിൻ്റെ ഒരു നേട്ടം ഇത് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ നമ്മളൊരു NSEയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഇന്ന് കാണുന്നത് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ 1400ഓളം ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുന്നു. 1100ഓളം ഓഹരികളിലാണ് ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് കൂടി ഒരു വർഷത്തിലെ ആദ്യത്തെ ദിവസം നമുക്ക് നോക്കാം.
ഏതായാലും വളരെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആണ് ഈ ഒരു തുടക്ക സമയത്തിൽ അല്ലെങ്കിൽ ഇത് ആദ്യ മണിക്കൂറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് തുടങ്ങിയ ഓഹരികളിലൊക്കെ ഇന്ന് നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിഫ്റ്റി, നെക്സ്റ്റ് 50, നിഫ്റ്റി 100 തുടങ്ങിയ സൂചികൾ നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോഴും ഒരു മിക്സഡ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ കൂടി കൂടുതൽ ഇൻഡെക്സുകളും നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി നമുക്ക് IT ഒരു ഫ്ലാറ്റ് നേട്ടമേ ഉള്ളൂ. മെറ്റൽ, മീഡിയ, ഓട്ടോ അല്ലെങ്കിൽ റിയൽറ്റി, പ്രൈവറ്റ് ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സൂചികളൊക്കെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ FMCGയിലോട്ട് വരുമ്പോൾ ഇത് കൃത്യമായ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. 1.43% ഇടിവാണ്. കൂടാതെ ഫാർമ, PSU ബാങ്ക്, ഹെൽത്ത് കെയർ തുടങ്ങിയ ഇൻഡെക്സുകളിലൊക്കെ ഇപ്പോൾ ഒരു ഇടിവാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ ഏതായാലും നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ചില കമ്പനികളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് പോകാം. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മാസത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓട്ടോ സെയിൽസ് ഡാറ്റകൾ വരാനിരിക്കുന്നതാണ്. ഏതായാലും ഡിസംബറിലെ ഓട്ടോ സെയിൽസ് പ്രൊഡക്ഷൻ നമ്പേഴ്സ് ഒക്കെ ഈ ഒരു മാസം നമുക്ക് ലഭ്യമാകും. ജനുവരിയെ സംബന്ധിച്ച് അതാണ് ഏറ്റവും ഒരു തുടക്കത്തിലൊരു പ്രത്യേകതയായിട്ട് പറയേണ്ടത്. പിന്നെ നമുക്ക് നോക്കുന്നത് Q3 ഏർണിങ്സ് ഒക്കെ വരാറുണ്ട്. ഏർണിങ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ ആദ്യം നമുക്ക് മനസ്സിലാവുന്നത് IT കമ്പനികളുടെയൊക്കെ ഏർണിങ്സ് ജനുവരി 2ാമത്തെ ഒരു വീക്ക് തൊട്ട് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു സ്റ്റോക്കിലോട്ടൊക്കെ വരുമ്പോൾ വോഡാഫോണുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. കാരണം എന്ന് പറയുന്നത് ആ ഒരു ക്ലാരിഫൈ, അതായത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ആ AGR ഡ്യൂസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് ക്യാബിനറ്റ് അത് എഴുതി തള്ളി എന്നുള്ളത്. എന്നാൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചത് അത്തരത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല NCCക്ക് വലിയ ഓർഡറുകൾ, 4 പുതിയ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബർജർ പെയിൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ അവരുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചു. അത്തരത്തിലുള്ള ഒരു സ്റ്റോക്കിംഗ് ന്യൂസുകളൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ ലഭ്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റുമായി ബന്ധപ്പെട്ട്? പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വിപണിയെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ പല ഘടകങ്ങളും ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. ഇത്രയും കാലം ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിലനിന്നിരുന്നത് ഏർണിങ്സ് ആയിരുന്നു. ഈ ഒരു 3ാം പാദത്തിൽ അത് മെച്ചപ്പെടുമെന്നുള്ള ഒരു സൂചനകൾ നിലവിലിപ്പോൾ പല ബ്രോക്കറേജസുകളും നൽകിയിരിക്കുന്നത് എന്നത് വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഈ ഒരു വർഷത്തെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീമുകൾ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലായിരിക്കും ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നൊരു കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയാനായിട്ടുള്ളത് ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഫേസിലാണ് ഇന്ത്യൻ മാർക്കറ്റ് നിലവിലിപ്പോൾ നിലനിൽക്കുന്നത്. അതായത് മുൻപൊക്കെ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒരു ബബിൾ സിറ്റുവേഷൻ ഒന്നും തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. AI സൈക്കിളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഒരു SKയുടെ റിപ്പോർട്ടിൽ നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് AI സൈക്കിൾ US-ലാണെങ്കിലൊക്കെ തന്നെ ഒരു ഏർണിങ്സ് ഡ്രിവൻ ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം, അതായത് ഒരു ബബിൾ ബേസ്റ്റിനുള്ള ഒരു സാധ്യത കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇന്ത്യയുടെ ഒരു എക്കണോമിക് കണ്ടീഷനിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഗ്ലോബലി പരിശോധിക്കുമ്പോൾ പല രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഡൊമസ്റ്റിക്കലി പരിശോധിക്കുമ്പോൾ മാക്രോ എക്കോണമി വളരെ സ്റ്റേബിളായിട്ട് തന്നെ നിലനിൽക്കുന്നു ഒരു കാര്യമാണ്. അത് GDP പരിശോധിക്കുകയാണെങ്കിലും ഇൻഫ്ലേഷൻ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ടാകുന്നു. കൂടാതെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് തീംസ്, അതായത് ഗോൾഡ്, ഹൈബ്രിഡ് ഫണ്ട്, പ്രൈവറ്റ് മാർക്കറ്റ്സ് അടക്കമുള്ള ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് തീമുകൾക്കും ഈ വർഷം വലിയ രീതിയിലുള്ള ഒരു സാധ്യത തന്നെ ഉണ്ടാകും എന്നൊരു കാര്യം കൂടിയാണ് നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ AI കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ, അതായത് AI സംബന്ധിച്ചിടത്തോളമുള്ളൊരു പ്രശ്നങ്ങൾ പല എക്കണോമിസ്റ്റുകളായാലും അനലിസ്റ്റുമാരായാലും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ AI സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്രോത്ത് ലെഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു വാല്യുവേഷൻ ലെഡ് അല്ല. അതായത് ഒരു .com ബബിളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചതുപോലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു മെഗാ ക്യാപ്പ് കമ്പനികൾക്ക്, അതായത് മാഗ്നിഫിസെന്റ് 7ൽ വരുന്ന കമ്പനികൾക്കൊക്കെ തന്നെ ശക്തമായിട്ടുള്ള റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് എന്നതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഡൊമസ്റ്റിക്കലി പരിശോധിക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് വലിയ രീതിയിലൊരു സപ്പോർട്ട് നിലവിലിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യമാണ്. അതായത് ഒരു സൈലൻറ്റ് സപ്പോർട്ടറായിട്ട് നിലവിലിപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ്സിന് ഇപ്പോൾ റിസർവ് ബാങ്ക് ആക്ട് ചെയ്യുന്നത്. റേറ്റ് കട്ടൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സമയം പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു റേറ്റ് കട്ടൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു ഇടിവൊന്നും തന്നെ മാർക്കറ്റിലൊക്കെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ബാങ്കിങ് മേഖല അല്ലെങ്കിൽ NBFC സെഗ്മെൻറ്റിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു മുന്നേറ്റം പരിശോധിക്കുകയാണെങ്കിലും അതിന് ഈ ഒരു റേറ്റ് കട്ടിനടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോ വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഓട്ടോ സെയിൽസിൽ ഇത്ര മികച്ച ഒരു നമ്പേഴ്സിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മളുടെ മുന്നിലുള്ളത്. അങ്ങനെ വരുമോ എന്നറിയില്ല. അതിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ കാരണം എന്ന് പറയുന്നതിലും ഈ ഒരു റേറ്റ് കട്ടിന് വലിയ ഒരു പങ്ക്. ഓട്ടോ സെയിൽസിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് UBSൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു വ്യൂ വന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റീൽ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഹൈക്കുണ്ട്. അത് ഓട്ടോ കമ്പനികളൊക്കെ അവരൊരു കോസ്റ്റ് പ്രഷർ എന്ന രീതിയിലൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി UBS നൽകിയിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ഏർണിങ്സ് കമ്പനികൾ
പറയുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളൊരു കോസ്റ്റ് പ്രഷർ കമ്പനിക്കുണ്ടോ അല്ലെങ്കിൽ കമ്പനികൾക്കുണ്ടോ എന്ന രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൃത്യമായി നമുക്ക് ഈ ഒരു സ്റ്റീൽ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ UBSൻ്റെ ഒരു എക്സ്പെക്റ്റേഷനായിട്ട് ഇപ്പോൾ അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിഖിൽ പറഞ്ഞ പോലെ തന്നെ ഐ ടി കമ്പനികളുടെ കാര്യം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ തന്നെ ഒരു തവണ ഡിസ്കസ് ചെയ്തിരുന്നത്, അതായത് AI സ്റ്റോക്കുകളുടെയൊക്കെ അത് US-മായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാല്യുവേഷൻ കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, US-ലെ പല AI കമ്പനികളുടെ ഒരു ടോട്ടൽ വാല്യുവേഷനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ കമ്പനീസ് ഒക്കെ നോക്കുമ്പോൾ അവിടത്തെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ച രീതിയിലാണ് പെർഫോമൻസ് ചെയ്യുന്നത് ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തിയിരുന്നു. മാത്രമല്ല നമ്മൾ തന്നെ പല സെഷനുകളൊക്കെ തന്നെ നമ്മൾ IT-യുടെ ഒരു ഭാവി സാധ്യത അല്ലെങ്കിൽ IT നമ്മൾ വലിയ രീതിയിൽ ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു സൂചികയാണ് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ത്യൻ IT കമ്പനികൾ 2026 എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഏതായാലും കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ എനിക്ക്. അതെ, പക്ഷേ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു 2026 വർഷത്തിൽ FIS ഒക്കെ തന്നെ ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടിയാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പോളിസി തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ ഏർണിംഗ്സ് എക്സ്പെക്ടേഷനൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എസ്പെഷ്യലി വരാൻ പോകുന്നതായിട്ട് നിലവിൽ ഇപ്പോൾ എയർസ്കയുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, റിയൽ എസ്റ്റേറ്റ് മേഖല, ഈ ഒരു മേഖലകളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു FIS ഇൻഫ്ലോനുള്ളൊരു സാധ്യത നിലവിലിപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. FDIs ഇപ്പോൾ തന്നെ, അതായത് FIS വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിലവിലിപ്പോൾ ഒരു മികച്ച പ്രകടനം രേഖപ്പെടുന്നുണ്ട്. നിലവിൽ ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഒക്കെ തന്നെ ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പാത പിന്തുടർന്ന് വരുന്ന ഒരു കാഴ്ച കൂടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. അത് തന്നെ റിപ്പീറ്റ് ചെയ്യും എന്നുള്ളൊരു വ്യൂ കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖല പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന ഒരു റേറ്റ് കട്ടായാലും അല്ലെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ GSTയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കുറവായാലും അല്ലെങ്കിൽ റേറ്റ് കട്ടിൽ ഉണ്ടായിരിക്കുന്ന, അതായത് റിപ്പോ റേറ്റിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു കുറവായാലും ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ പണം ലഭിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ അനുയോജ്യമായിരിക്കുന്ന ഒരു സമയം തന്നെ നിലനിൽക്കുന്നു. കൂടാതെ മെട്രോ സിറ്റീസിലൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഓഫീസ് ഡിമാൻഡ്സ് ഒക്കെ തന്നെ നിലവിലിപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റികളിലും വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പുതിയ റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തീമുകൾ നിലവിലിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റുകൾ പോലുള്ള തീമുകളൊക്കെ തന്നെ വരുന്നതും അതിലേക്കുള്ള എൻട്രി നിലവിൽ ഈ വർഷം കുറേയും കൂടി ഈസിയർ ആയിട്ട് സെബി മാറ്റിയിരിക്കുന്നതും ഒക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടിയാണ് കാണാനും സാധിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ നിഖിൽ പറഞ്ഞ പോലെ ഈ റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തിൽ ഉണ്ടായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ വളരെ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് അലോക്കേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു സപ്പോർട്ട് നൽകുമെന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലും ഈ റിയൽ എസ്റ്റേറ്റ് കൂടാതെ നൽകിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മൾ കുറേ സെക്ടറുകളുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ വളരെയധികം സെക്ടറുകളിലെ ഒരു സാധ്യതകൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ 2026 അതായത് എസ്പെഷ്യലി നോക്കുമ്പോൾ IT, ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ റിയൽറ്റി പോലുള്ള സൂചികയിലൊക്കെ തന്നെ വലിയൊരു സാധ്യതകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം GST വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫിനാൻഷ്യൽ സർവീസസ് സെക്ടറിന് വലിയ രീതിയിലൊരു സാധ്യതകളുണ്ടെന്ന്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ആ ഒരു ആളുകളുടെ കയ്യിൽ ആ ഒരു ഫണ്ട് വന്ന സമയത്ത് വലിയ രീതിയിൽ അത് ബെനിഫിറ്റായിട്ട് വന്നത് ഫിനാൻഷ്യൽ സർവീസസ് കമ്പനികൾക്ക് തന്നെയായിരുന്നു. ഏതായാലും നിഖിൽ നമുക്ക് ഏതായാലും ഒരു ന്യൂ ഇയർ ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ചില ന്യൂ ഇയർ പിക്സ് നൽകാമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും നമുക്ക് അത്തരത്തിലുള്ള ഒരു ന്യൂസിലോട്ട് പോകാം. നമുക്ക് ചില സ്റ്റോക്കുകളാണ് പറയാനുള്ളത്. നിർമ്മൽ ബാങ്ക് എന്ന് പറയുന്ന ബ്രോക്കറേജ് അടുത്തൊരു 2026 അവർ സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റോക്കാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് SRF ആണ്. SRFനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് അവർ നൽകിയിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് 4180 എന്നുള്ളൊരു പ്രൈസാണ് നൽകിയിരിക്കുന്നത്. അതായത് 2026 ഏകദേശം 35% ഒരു റിട്ടേൺ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നിഖിൽ ഭാരത് ഫോർജ് ആണ്. കറൻ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 1400 എന്നുള്ളൊരു പ്രൈസിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 1870 എന്നൊരു പ്രൈസാണ് ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത്. 29% ഒരു അപ്സൈഡ് സാധ്യതയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കോൺഗോർ ആണ്. കോൺഗോറിനെ സംബന്ധിച്ച് പറയേണ്ടത് നമ്മുടെ ഒരു സ്റ്റോക്ക് ഡിസ്കവറി എപ്പിസോഡിൽ വരെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഉൾപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു കോൺഗോർ എന്ന് പറയുന്നത്. കോൺഗോറിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പ്രൈസ് 520 ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു. ഏതായാലും ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് 770 എന്നുള്ളൊരു പ്രൈസാണ്. അതായത് 48% ഒരു മികച്ച റിട്ടേൺ
അടുത്ത വർഷം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് നൽകിയിരിക്കുന്നത്. ഇനി ബാങ്കിങ് സെക്ടറിൽ നിന്ന് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. 288 എന്നൊരു പ്രൈസാണ് നിലവിലത്തെ ഒരു പ്രൈസായിട്ട് കാണുന്നത്. 25% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഓട്ടോ സെക്ടറിൽ നിന്ന് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക്, അതായത് നിർമ്മൽ ബാങ്ക് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ബജാജ് ഓട്ടോയാണ്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് നിലവിലത്തെ ഒരു പ്രൈസ് 9,000 മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഏതായാലും 10,900 എന്നൊരു പ്രൈസാണ് ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ് പ്രൈസ്. 20% ഒരു അപ്സൈഡ് സാധ്യതയാണ് ഇപ്പോൾ നൽകിയതായിട്ട് കാണുന്നത്. ഇനി സീക്വൻ്റ് ഉണ്ട്. സീക്വൻറ്റിനെ സംബന്ധിച്ച് 213 നിലവിലത്തെ ഒരു പ്രൈസായിട്ട് കാണുന്നത്. 320 ടാർഗറ്റ് പ്രൈസ്. 50% ഒരു അപ്സൈഡ് സാധ്യതയാണ് നൽകുന്നത്. കൂടാതെ NBCCക്കും 121 എന്നൊരു പ്രൈസിലാണ്, ആ ഒരു ലെവൽ ഓഫ് പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 155 എന്നൊരു പ്രൈസാണ് നൽകിയിരിക്കുന്നത്. അതായത് ഏകദേശം 28% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലുമാണ് നൽകിയിരിക്കുന്നത്. എന്നാലും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല ഞങ്ങളുടെ ഭാഗത്തുള്ളത്. ഇതിപ്പോൾ ഒരു നിർമ്മൽ ബാങ്ക് എന്ന് പറയുന്ന ബ്രോക്കറേജ് അവരൊരു ന്യൂ ഇയർ പിക്സ് ആയിട്ട് നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു പഠനം നടത്തുക. കൂടാതെ രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റോക്കിലൊക്കെ നിക്ഷേപിക്കേണ്ടതാണ്. അതായത് നിങ്ങളിലോട്ട് വരാം. നിങ്ങൾ ഇനി എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? പക്ഷേ നമ്മളിപ്പോൾ സെക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്ടോറിയൽ റൊട്ടേഷൻ ഈ വർഷം വളരെ രീതിയിൽ, അതായത് വളരെ പേസ് കൂടുതലായിരിക്കും എന്നാണ്. അതായത് പെട്ടെന്ന് തന്നെയുള്ളൊരു സെക്ടോറിയൽ റൊട്ടേഷൻസ് ഈ വർഷം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ, മാർക്കറ്റിൻ്റെ ഒരു ബ്രെഡ്ത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വീക്കായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടേഴ്സിൻ്റെ ഒക്കെ തന്നെ ഒരു ലീഡർഷിപ്പിൽ ക്വിക്കായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകും. അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഒരു മൊമെൻറ്റം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ക്വിക്കായിട്ടുള്ള ഒരു മൊമെൻറ്റം ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. സെക്ടോറിയൽ ബെറ്റ്സിനേക്കാൾ ഈ വർഷം സ്റ്റോക്ക് സെലക്ഷൻ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ആക്റ്റീവായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് തന്നെ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയുടെ കാര്യത്തിൽ ആവശ്യമായിരിക്കും. അതായത് ഓഹരികൾ പെട്ടെന്ന് തന്നെയുള്ളൊരു കയറ്റിറക്കത്തിനൊക്കെ തന്നെ ഇപ്പോൾ കാരണമായി തീർന്നേക്കാം. അതൊരു സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ക്വിക്കായ രീതിയിൽ ഉണ്ടാകും എന്നൊരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ടാകുന്നു. കൂടാതെ താരിഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാര്യം കൂടി ഇപ്പോൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ US താരിഫിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിഷയമാണ്. നിലവിൽ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഒരു പ്രോഗ്രസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ പെട്ടെന്ന് ഉള്ള ഒരു താരിഫിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അത് എത്തും എന്നുള്ളൊരു ഡെഫിനിറ്റീവായിട്ടുള്ള ഒരു ഉറപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, നിലവിൽ India US താരിഫ് ഇഷ്യൂകൾ നിലനിൽക്കുകയാണെങ്കിലും ഒരു നിയർ ടേം ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് നിലനിർത്തുന്നതും ഇന്ത്യക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഹറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നിലവിലിപ്പോൾ നിലനിൽക്കുന്നില്ല. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു താരിഫ് മാറിക്കിട്ടിട്ടുണ്ട്. എസ്പെഷ്യലി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെ ലഭിക്കും എന്നൊരു കാര്യം കൂടിയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. വിഷ്ണു, ഏതായാലും താരിഫ് വന്നെങ്കിലും നമുക്ക് വലിയ രീതിയിലൊരു ആഘാതം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ രീതിയിൽ. എന്നിരുന്നാൽ തന്നെ ഈ താരിഫ് മാറുന്നതോടെ പ്രത്യേകിച്ച് നമുക്ക് നേട്ടം കൊയ്യാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്കായിരിക്കും. എസ്പെഷ്യലി നോക്കുമ്പോൾ ടെക്സ്റ്റൈൽസ് മാത്രമല്ല ഓട്ടോമൊബൈൽസ്, കൂടാതെ എടുത്തു പറയേണ്ട നമ്മൾ സീ ഫുഡ് എക്സ്പോർട്ട്, അത്തരത്തിലുള്ള കമ്പനികൾക്കൊക്കെ ഏതായാലും ഇതൊരു ബെനിഫിറ്റ് ആകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ടെക്സ്റ്റൈൽസും സീ ഫുഡുമാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ടെക്സ്റ്റൈൽസിനാണ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുൻപോട്ട് പോക്ക് ഉണ്ടാവുകയാണെങ്കിലും ഒരു മികച്ച പെർഫോമൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലും ടെക്സ്റ്റൈൽസ് തന്നെയാണ്. അതായത് നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ചില അനുമതികളൊക്കെ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എസ്പെഷ്യലി ആ ഒരു സമയത്ത് ആ ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ഒരു അനുമതികളൊക്കെ ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വളരെ ഗുണമേന്മയുള്ള സീ ഫുഡ് എക്സ്പോർട്ടാണ് നടക്കുന്നത് എന്നുള്ളൊരു വിശകലനമൊക്കെ അവർ നടത്തിയിരുന്നു. ആ സമയത്തൊക്കെ തന്നെ നമുക്ക് എസ്പെഷ്യലി കാണാൻ സാധിച്ചത് അവന്തി ഫീഡ്സ്, കൂടാതെ എനിക്ക് തോന്നുന്നു കോസ്റ്റൽ കോർപ്പറേഷൻ, കൂടാതെ അവന്തി ഫീഡ്സ്, അപ്പെക്സ്, ഇത്തരത്തിലുള്ള ഓഹരികളിലൊക്കെ മികച്ച ഒരു റിട്ടേൺ ആ ഒരു ദിവസം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴൊക്കെ ആ ഒരു ഓഹരിയിലൊക്കെ നമുക്കിപ്പോൾ ഒരു നല്ല റിട്ടേൺ ആണ്, അല്ലെങ്കിൽ ഈ ഒരു താരിഫ് നിലനിൽക്കുമ്പോഴും കാര്യമായൊരു ഇടിവൊന്നും രേഖപ്പെടുത്താതെയാണ് ആ ഒരു ഓഹരികളിലൊക്കെ ഒരു ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഏതായാലും നമുക്ക് മാർക്കറ്റിലോട്ടൊന്ന് പോകാം. മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളുടെയൊക്കെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഒരു ഫസ്റ്റ് ട്രേഡിൻ്റെ 2026 വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത്, ഇന്നത്തെ ആ ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഇപ്പോൾ ഒരു പോസിറ്റീവായ രീതിയിലോട്ട് മാർക്കറ്റ് മാറിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങിയപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു മിക്സഡ് റെസ്പോൺസ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി മിഡ് ക്യാപ്പ് ഒക്കെ തന്നെ ഇപ്പോൾ ഒരു നേട്ടത്തിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ മിഡ് ക്യാപ്പ് ഓഹരികൾ നോക്കാം. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഇൻഡസ് ടവർ, അശോക് ലൈലാൻഡ് അല്ലെങ്കിൽ BHEL തുടങ്ങിയ ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഡസ് ടവറിനെ സംബന്ധിച്ച് 2.94% നേട്ടമാണ് രേഖപ്പെടുന്നത്. അശോക് ലൈലാൻഡ് 1.84% നേട്ടം രേഖപ്പെടുന്നുണ്ട്. കൂടാതെ NHPC, പോളിസി ബസാർ, കോൾപാള്,
ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, AU ബാങ്ക് തുടങ്ങിയ ഓഹരികളിലൊക്കെ നമുക്കൊരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ ഇന്ന് നേട്ടം രേഖപ്പെടുത്തുന്നത് ചോളമണ്ഡലം ഹോൾഡിംഗ് ആണ്. 2.18% നേട്ടമുണ്ട്. PNB ഹൗസിംഗ് 1.06% നേട്ടം. ആംബർ, റെഡിങ്ടൺ, റിലയൻസ് പവർ, NBCC തുടങ്ങിയ ഓഹരികളുമാണ് ഇപ്പോഴത്തെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു സ്മോൾ ക്യാപ്പിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഏതായാലും US മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് മറ്റൊരു കുറച്ച് ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് കൂടി നോക്കാം. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം യൂറോപ്യൻ മാർക്കറ്റ് നോക്കാം. യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ഫുഡ്സെ നോക്കുമ്പോൾ 0.65% നേട്ടമുണ്ടായിരുന്നു. CAC 0.46% നേട്ടം. ഡാക്സിൽ 0.57% നേട്ടം എന്ന രീതിയിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. എന്നാൽ നമ്മളൊരു ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്കൊരു മിക്സഡ് റെസ്പോൺസുമാണ് ഇന്നത്തെ ഒരു വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ എന്തായാലും ഇനി എന്തെങ്കിലും ഒരു ന്യൂസ് ഷെയർ ചെയ്യാനുണ്ടോ പ്രേക്ഷകരോട്? പക്ഷേ ഈ വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന മറ്റൊരു തീമായിട്ട് ഇപ്പോൾ ബ്രോക്കറേജസുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇത് ഗോൾഡ് ആയാലും ഹൈബ്രിഡ് ഫണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, കൂടാതെ പ്രൈവറ്റ് മാർക്കറ്റ് എന്നീ പറയുന്ന മേഖലകളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യത തന്നെയാണ്. ഇപ്പോൾ ഗോൾഡ് പരിശോധിക്കുകയാണെങ്കിലും സിൽവർ പരിശോധിക്കുകയാണെങ്കിലും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ കാണുന്നതാണ് പല രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ US ഫെഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റേറ്റ് കട്ട് ഉണ്ടാവോ എന്നൊരു വ്യൂ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഗോൾഡിന് ഒരു തിരിച്ചടി ആയിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. കൂടാതെ സിൽവറിലേക്ക് കടക്കുകയാണെങ്കിൽ പല രീതിയിൽ നിലവിൽ ഇപ്പോൾ ഒരു സേഫ് ഹാവൻ ആയിട്ടുള്ള ഒരു അസറ്റ്, അതായത് ഗോൾഡിന് ശേഷം സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ് എന്നുള്ളൊരു നിലയിൽ നിന്ന് മാറിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ മെറ്റൽ എന്നുള്ളൊരു നിലയിലേക്ക് സിൽവർ മാറിയിട്ടുണ്ട്. ആ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ കമ്മോഡിറ്റീസിന് വളരെ പോസിറ്റീവാണ്. കൂടാതെ ഈ ഒരു ഹൈബ്രിഡ് ഫണ്ടുകളായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളായാലും ഒക്കെ തന്നെ ഒരു സ്റ്റേബിൾ ഇൻകം നൽകാൻ വേണ്ടിയിട്ട് കേപ്പബിലിറ്റിയുള്ള സംരംഭങ്ങളാണ്. കൂടാതെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷനും അതേസമയം തന്നെ അവർ നൽകുന്നുണ്ട് എന്നതൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. കൂടാതെ പ്രൈവറ്റ് മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു ഏർലി സ്റ്റേജ് ഗ്രോത്ത് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കൂടാതെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും ഒരു ബിഗിനറിനെ ഒന്ന് സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഗ്രേ മാർക്കറ്റൊക്കെ തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സെലക്ഷൻ വളരെ ക്രിട്ടിക്കലായിരിക്കും. ഈ വരുന്ന IPL തന്നെ നമ്മൾ കണ്ടതായിരുന്നു. പല ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഗ്രേ മാർക്കറ്റിൽ കണ്ടിരുന്ന ഒരു പ്രീമിയം മാർക്കറ്റ് ലിസ്റ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു റിസ്കി ഫാക്ടറായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ വളരെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് കീപ്പ് ചെയ്യുക എന്നൊരു വ്യൂ പോയിന്റ് കൂടിയാണ് പലരും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷം പിന്തുടരണം എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് സംബന്ധിച്ചത്. ഏതായാലും എങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ഈ ഒരു ജനുവരിയിലോട്ട് വരുമ്പോൾ ഏറ്റവും നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആദ്യം നമ്മൾ വരുന്നൊരു വാർത്തയെന്ന് പറയുന്നത് ഓട്ടോ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഏതായാലും ഓട്ടോ സെയിൽസ് ഡാറ്റകൾ ഇന്ന് പുറത്തു വരുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചില എക്സ്പെക്റ്റേഷൻ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷനിലോട്ട് കടന്നിട്ട് നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റിലോട്ട് കടക്കാം. ഏതായാലും ഇന്നത്തെ ഒരു എക്സ്പെക്റ്റേഷനായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡിസംബറിലൊരു ശക്തമായ വോളിയം പ്രതീക്ഷയാണ് ഓട്ടോ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് വിപണിക്കുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി പാസഞ്ചർ വെഹിക്കിൾ കൂടാതെ 2 വീലർ സെഗ്മെൻറ്റിന് ആയിരിക്കും കാര്യമായൊരു മുന്നേറ്റത്തിന് സാധ്യത എന്നൊരു വിലയിരുത്തലാണുള്ളത്. ഡബിൾ ഡിജിറ്റ് വളർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് ചില കമ്പനികളുണ്ട്, എസ്പെഷ്യലി മാരുതി കൂടാതെ ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ്. ഈ 3 കമ്പനികളായിരിക്കും ഓട്ടോ സെയിൽസിൽ ഏറ്റവും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുമെന്നൊരു വിലയിരുത്തലാണുള്ളത്. പോസിറ്റീവ് ഡാറ്റ ആണ് വരുന്നതെങ്കിൽ തന്നെ ഒരു റേറ്റിങ്ങിനുള്ള ഒരു സാധ്യത പല ഓട്ടോ ഓഹരികളിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീക്ക് ഔട്ട്ലുക്കാണ് വരുന്നതെങ്കിൽ ഷോർട്ട് ടൈമിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതയും ഈ ഒരു ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഈ ഇൻഡെക്സിലെ പല ഓഹരികളിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ തുടക്കം പറഞ്ഞ പോലെ മെറ്റലിലൊക്കെ ഉണ്ടായിരിക്കുന്ന ആ ഒരു വില വർധനവൊക്കെ തന്നെ ഈ ഒരു ഓട്ടോ സെയിൽസിലൊക്കെ ബാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി നോക്കുമ്പോൾ ഈ ഒരു കോപ്പർ, സിൽവർ ഈ ഒരു മെറ്റൽസൊക്കെയാണ് വലിയ രീതിയിൽ ഒരു ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ടാറ്റ സ്റ്റീൽ, സെയിൽ, JSW ഓഹരികളൊക്കെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു വില വർധനവിൽ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ആകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ആഭ്യന്തര ഡിമാൻഡ്, ഈ ഒരു ഓട്ടോ സെക്ടറിലുണ്ടായിരിക്കുന്ന ഒരു ആഭ്യന്തര ഡിമാൻഡ് വലിയ രീതിയിലൊരു സപ്പോർട്ട് നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കോപ്പറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കോപ്പർ, സിൽവർ എന്നാൽ ഷോർട്ട് ടൈമിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യണമെന്നൊരു വിലയിരുത്തലൂടെ ഉണ്ടെന്നാണ് മാർക്കറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഇപ്പോൾ ഉയർന്ന നിലയിൽ തന്നെ ട്രേഡിംഗ് തുടരുന്നതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏതായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളൊരു മാർക്കറ്റ് ഒരു മുകളിലോട്ട് പോകുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോഴും എക്സ്പെക്ട് ചില കാര്യങ്ങൾ സഹായകവുമാണ്. കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കോപ്പറിൽ ഒരു വേണ്ടത്ര സപ്ലൈ നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ നിലനിൽക്കുന്നത് കോപ്പറിന് കൂടുതൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ നൽകുന്ന ഒരു ഘടകം കൂടിയാണ്.
എന്നാലും ഈ കോപ്പറിൻ്റെ കാര്യം പറയുമ്പോൾ ഹിന്ദ് കോപ്പർ കൂടാതെ ഹിൻസിങ് അത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ ആയിരിക്കും ഒരു എക്സ്പോഷർ കുറഞ്ഞേക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബ്രോക്കറേജ് ഉണ്ടോ നമുക്കിപ്പോൾ ഷെയർ ചെയ്യാനായിട്ട്? പക്ഷേ ഇതിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ബ്രോക്കറേജ് അല്ല പങ്കുവയ്ക്കാനായിട്ടുള്ളത്, എസ്പെഷ്യലി FMCG സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്ന ഒരു ഇടിവ് തന്നെയാണ് ഇന്നത്തെ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സിഗരറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങളെ ഡീപ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി എങ്കിൽ പോലും ഈ ഒരു ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ITCയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 6% ഈ ഷോ തുടങ്ങുമ്പോൾ ഏകദേശം 1% മുകളിലായിരുന്നു ഇടിവെങ്കിൽ ഇപ്പോൾ 2% FMCG ഇപ്പോൾ മാറിയിട്ടുണ്ട്. കൂടാതെ ഗോഡ്ഫ്രേ ഫിലിപ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഗോഡ്ഫ്രേ ഫിലിപ്സ് ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ടൊബാക്കോ ബിസിനസ് സെഗ്മെൻറ്റിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കമ്പനിയായിരുന്നു. ഈ ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 8% ഒരു വലിയൊരു രീതിയിലുള്ള ഒരു സെൽ ഓഫ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിന് മുമ്പ് ആദ്യം ഇപ്പോൾ ഒരു GSTൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തകൾ വന്ന സമയത്തും ഈ ഒരു രീതിയിലുള്ള ഒരു ഇടിവുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകില്ല എന്നറിഞ്ഞപ്പോഴായിരുന്നു ആ ഒരു പ്രൈസ് പിന്നീട് തിരിച്ചു കയറുന്ന ഒരു കാര്യം കണ്ടിട്ടുള്ളത്. നിലവിൽ ഗവൺമെൻറ്റിൻ്റെ നിലവിലുള്ള ഒരു തീരുമാനം കുറച്ചുകൂടി ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുക എന്നൊരു കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഡിഗ്രി പറഞ്ഞപ്പോൾ വീണ്ടും ഇടിവ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 10% അടുത്തേക്ക് പോകുന്നു. വലിയ സെൽ ഓഫാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓവറോൾ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇടിവായിരുന്നു ഓഹരിയിൽ ഉണ്ടായിരുന്നത്. അതിൽ ആ ഒരു ഇടിവ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10% അടുത്തേക്ക് ഈ ഒരു ഇടിവ് നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ITCയുടെ ഓഹരി നോക്കുമ്പോൾ ഇന്ന് ഡിഗ്രി കാണാൻ സാധിക്കും. ജാസ്മിൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു ഒരു ഇടിവ് രേഖപ്പെടുന്നു. ITCയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു സെൽ ഓഫിലോട്ട് നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 5.87% ഇടിവാണ് ITCയുടെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏതായാലും നമ്മുടെ ഒരു ഷോ അതിൻ്റെ പേരിൽ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ 2026 എന്ന് പറയുന്ന പുതിയൊരു വർഷത്തിലോട്ട് കടന്നു. ഇപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2026 എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാർക്കറ്റിനെ സംബന്ധിച്ച്. നമുക്ക് അത്തരത്തിലുള്ളൊരു ഡിസ്കഷൻ നടത്താമെന്നാണ് ഞാൻ കരുതുന്നത്. 2026 വരുമ്പോൾ ഒരു നിക്ഷേപകൻ അല്ലെങ്കിൽ ഒരു ട്രേഡർ എന്ന നിലയിൽ എത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൃത്യമായൊരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യണം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി നമുക്കൊരു ബോധ്യം വേണം. അതായത് വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് റിട്ടേൺ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ മാത്രം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം മാർക്കറ്റിലോട്ട് വരേണ്ടത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഗാംബ്ലിംഗ് ഏരിയ ആയിട്ട് പലരും കരുതുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വ്യൂ അല്ല നമ്മൾ മാർക്കറ്റിൽ കാണേണ്ടത്. കൃത്യമായൊരു ബിസിനസ് ആക്ടിവിറ്റി ആണെന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ മാർക്കറ്റിൽ വരേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. രണ്ടാമത് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയേണ്ടത്, നമുക്ക് കൃത്യമായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വേണം. അതായത് നമ്മൾ ഏത് തരത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മാർക്കറ്റിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ട്രേഡർ ആകാനാണോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആകാനാണോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്ത് 24 മണിക്കൂർ അല്ലെങ്കിൽ ശ്രമിക്കണം 12 മണിക്കൂർ നമ്മൾ അതിന് ആ ഒരു വർക്കിൽ നമ്മൾ വലിയ രീതിയിൽ ചെയ്യേണ്ട സമയത്ത് നമുക്ക് വേറെ സമയം കിട്ടാത്ത സമയത്ത് നമ്മൾ ട്രേഡറായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം മാർക്കറ്റിൽ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ട്രേഡർ ആണെങ്കിൽ നമ്മൾ സ്പെസിഫൈഡ് ആയിട്ട് വെക്കണം. അതായത് നമ്മുടെ ഗോൾസ് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മേഖലയിലേക്കൊക്കെ തന്നെ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് ടേമിലേക്കുള്ള നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, മീഡിയം ടേമിലേക്കുള്ളത് എന്താണ്, ലോങ് ടേമിലേക്കുള്ളത് എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളുകൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടും വരുമായിരിക്കും അല്ലേ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാർക്കറ്റിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നൊരു പൈസ അത് നമുക്ക് ഷോർട്ട് ടൈമിൽ ആവശ്യമുള്ളൊരു പൈസ ആകാതിരിക്കുക. അതായത് നമുക്ക് ലോങ് ടൈമിലോട്ട് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കുന്ന ഒരു പൈസ മാത്രമായിരിക്കണം നമ്മൾ മാർക്കറ്റിലോട്ട് കൊണ്ടുവരേണ്ടത്. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പ്രോഫിറ്റ് മാത്രം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് മാത്രം തരുന്നൊരു സ്ഥലമല്ല. അവിടെ നെഗറ്റീവ്സ് ഉണ്ടാകാം. ചില സമയത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഫണ്ടിൽ ഒരു കുറവുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇമോഷണലി ബാധിക്കാതിരിക്കുക എന്നുള്ളത് മാർക്കറ്റിൽ സക്സസ് ആയിട്ട് നിൽക്കുക എന്നൊരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന പൈസ എപ്പോഴും ഷോർട്ട് ടൈം ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വച്ചിരിക്കുന്ന ഒരു പൈസ ആകരുതും. മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എപ്പോഴും നമ്മളത് വർദ്ധിപ്പിക്കാൻ വേണ്ടി. അതെ, നമുക്ക് വെറുതെ ഇരുന്ന് മാർക്കറ്റിൽ കുറച്ച് സ്റ്റോക്ക് വാങ്ങി പൈസ ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഇവിടെ നമ്മൾ കൃത്യമായി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതിനായിപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നാലും അല്ലെങ്കിൽ നമുക്ക് ഡാറ്റകളൊക്കെ ആയാലും ഒത്തിരി വായിക്കാനൊക്കെ ഇപ്പോൾ ഒരു അവസരമുള്ളൊരു സമയം കൂടിയാണ്. ആ സമയത്ത് നമ്മൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ വാല്യുവേഷൻ അല്ലെങ്കിൽ ഏണിങ്സ്, ക്യാഷ് ഫ്ലോ, മാക്രോ എക്കണോമിക്സ്, ഇത്തരത്തിലുള്ള ഇതൊന്നും വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു സൗകര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് പറയുന്നത് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന്. എസ്പെഷ്യലി നമ്മൾ ട്രേഡേഴ്സൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു ട്രേഡിൽ തന്നെ എത്ര ക്യാഷ് മാത്രമേ ലോസ് വരുത്താവുള്ളൂ എന്നൊക്കെ തന്നെ കൃത്യമായി നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ട്രേഡിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം ട്രേഡിംഗ് തുടരുക. വലിയ ലോസസുകൾ ഉണ്ടാകാതിരിക്കാൻ മാക്സിമം നിങ്ങളുടെ ഭാഗത്ത്
ഒന്നൊരു ട്രൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം ഈ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇമോഷനും സൈക്കോളജിയും വളരെ ഒരു വ്യക്തിയുടെ ഒരു സൈക്കോളജി ഒരിക്കലും മാച്ച് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റിന് എത്രത്തോളം നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് നമ്മുടെ ഒരു സക്സസിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. നമ്മളെപ്പോഴും പറയുമല്ലോ, ശരിക്കും നമ്മുടെ ക്യാരക്ടറാണ് മാർക്കറ്റിൽ ഒരു സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ മനസ്സിലാക്കണം, ഇവിടെ ലോസ് ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റില്ല. അതായത് എനിക്കൊരു 100% അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം എനിക്കൊരു സക്സസ് അല്ലെങ്കിൽ ഒരു വിജയം മാത്രമാണ് ഉണ്ടാകണം എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിൽ മാർക്കറ്റ് വരരുത്. നമ്മൾ ലോസ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലോസ് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുക. മാത്രമല്ല ഹൈ പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസുകൾ മാത്രം തേടി പോവുക. പിന്നീടുള്ള ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഒത്തിരി അധികം ന്യൂസുകൾ അല്ലെങ്കിൽ റൂമേഴ്സ് അല്ലെങ്കിൽ കൃത്രിമമായിട്ട് പല കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അതിലൊന്നും വീഴാതെ കൃത്യമായുള്ള വിവരങ്ങൾ മാത്രം ശേഖരിച്ചുകൊണ്ട് കൃത്യമായൊരു ഡിസിഷൻ എടുത്ത് മാത്രം ഈ 2026 മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു തുടക്ക ദിവസം ഇന്നിപ്പോൾ മാർക്കറ്റ് നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഷോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഏതായാലും 2026 എല്ലാ നിക്ഷേപകരെ സംബന്ധിച്ചും ഒരു അടിപൊളി വർഷമാകട്ടെ എന്നൊരു ആശംസ നൽകുകയാണ്. ഇതോടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്തു. അടുത്ത മണിക്കൂറിൽ നമ്മുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തായിരിക്കും. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം. Opening Hours with MyFin.